Hello friends, welcome to Anderson's Chemistry. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന +1 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ 3-ാം ചാപ്റ്ററിനെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ളതും മുൻകാലങ്ങൾ നടത്തിയതുമായ നീറ്റ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 2-ാം ഭാഗമാണ്. 1-ാം ഭാഗം കാണാത്ത സുഹൃത്തുക്കൾക്കായി ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, 16-ാമത്തെ ചോദ്യം പരിശോധിക്കാം. 15 വരെയുള്ള ചോദ്യങ്ങൾ 1-ാം ഭാഗത്തുണ്ട്, 16-ാമത്തെ ചോദ്യം 2-ാം ഭാഗത്തിൽ. Among the following, which one has the highest cation to anion size ratio? തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ, തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളിൽ കാറ്റയോൺ ടു ആനയോൺ സൈസ് റേഷ്യോ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതിലെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഒരു റേഷ്യോയെ നമ്മൾ ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ സൈസ് ഓഫ് കാറ്റയോൺ ഡിവൈഡ് ബൈ സൈസ് ഓഫ് ആനയോൺ, ഇതാണ് അവർ ചോദിക്കുന്നത്. ഈ റേഷ്യോ ആണ് ചോദിക്കുന്നത്. ഇത് ഹയർ ആയിരിക്കണം. ഇവിടെ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ഫ്രാക്ഷണൽ വാല്യൂ ഹയർ ആകണമെങ്കിൽ ന്യൂമറേറ്റർ വാല്യൂ കൂടണം, ഡിനോമിനേറ്റർ വാല്യൂ കുറയണം. അതായത് വലിയ സൈസുള്ള കാറ്റയോൺ ആയിരിക്കണം, ചെറിയ സൈസുള്ള ആനയോൺ ആയിരിക്കണം. വലിയ സൈസുള്ള കാറ്റയോണും ചെറിയ സൈസുള്ള ആനയോണുമാണ് നമുക്ക് വേണ്ടത്. ഇനി പീരിയോഡിക് ടേബിളിൽ ഈ പറയുന്ന കോമ്പൗണ്ടുകളിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റുകൾ നമുക്കൊന്ന് പൊസിഷൻ കറക്റ്റ് ആക്കി കൊടുത്തു നോക്കാം. അപ്പൊ നമുക്ക് സൈസ് ഏതാണ്ട് മനസ്സിലാവും. സപ്പോസ് ദിസ് ഈസ് എ പീരിയോഡിക് ടേബിൾ. സീഷ്യം ഗ്രൂപ്പ് 2-ൽ വരും, ഗ്രൂപ്പ് 1-ൽ വരും. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റോഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. അപ്പം ഫ്രാൻഷ്യത്തിന് തൊട്ട് മുകളിലായിട്ട് സീഷ്യം. ഇനി അയോഡൈഡ്, ഹാലജൻ വരും. ഹാലജന്റെ അസ്റ്റാറ്റിന്റെ താഴെ മുകളിലായിട്ട് അയോഡിൻ വരും. ഇനി സീഷ്യം, ഫ്ലൂറിൻ ഇവിടെ, ലിഥിയം നമുക്കറിയാം ആൽക്കലി മെറ്റലിന്റെ മുകളിൽ ഏറ്റവും ഫസ്റ്റ് ലിഥിയം, ഫ്ലൂറിൻ, സോഡിയം ലിഥിയത്തിന്റെ താഴെ വരും. ഓക്കെ, ഇനി നോക്കുക. കാറ്റയോൺ സൈസ് ഏറ്റവും കൂടിയിരിക്കുന്നത് എവിടെയാണ്? ഡൗൺ എ ഗ്രൂപ്പ് സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ്. സോ സീഷ്യം വരും. ഇനി സീഷ്യം അടങ്ങിയിരിക്കുന്ന 2 ഓപ്ഷൻസ് നമുക്കുണ്ട്, സീഷ്യം അയോഡൈഡും സീഷ്യം ഫ്ലൂറൈഡും. നമുക്ക് വേണ്ട ഡിനോമിനേറ്ററിന്റെ വാല്യൂ കുറഞ്ഞിരിക്കുക. സോ ആനയോൺ സൈസ് കുറഞ്ഞിരിക്കുക. അക്രോസ് എ പീരീഡ് സൈസ് ഓഫ് ദി ആറ്റം ഡിക്രീസസ്. സോ ഫ്ലൂറിനാണ് സൈസ് കുറഞ്ഞ ആനയോൺ. അപ്പോൾ CsF, സീഷ്യം ഫ്ലൂറൈഡ്, സീഷ്യവും ഫ്ലൂറിനും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സീഷ്യം ഫ്ലൂറൈഡിനാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഹൈയസ്റ്റ് കാറ്റയോൺ ടു ആനയോൺ സൈസ് റേഷ്യോ ഉള്ളത്. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നിങ്ങൾ നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഈ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിന്റെ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം ഏതൊക്കെ എലമെന്റുകൾ ഏതൊക്കെ ഗ്രൂപ്പിലാണ് വരുന്നതെന്ന്. അതറിയാമെങ്കിൽ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 17-ാമത്തെ ചോദ്യം. Amongst the elements with following electronic configurations, which of them may have the highest ionization energy? തന്നിരിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസിൽ ഏത് എലമെന്റിനാണ് ഹൈയസ്റ്റ് അയോണൈസേഷൻ എനർജി ഉള്ളത്? നമുക്കിവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് തന്നിട്ടുണ്ട്. എല്ലാം അവസാനിക്കുന്നത് P-യിൽ തന്നെയാണ്. 3p2, 3p1, 3p3, 4p3. അപ്പോ ഹാഫ് ഫിൽഡ്, കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺസെപ്റ്റ് നമുക്ക് എടുക്കാം. ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസും കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസും ഹയർ സ്റ്റെബിലിറ്റി ആയതുകൊണ്ട് അവയ്ക്ക് ഹയർ അയോണൈസേഷൻ എനർജി വേണം. അപ്പോൾ നമുക്കിവിടെ P എന്ന് പറയുന്ന ഓർബിറ്റലിന്റെ ഹാഫ് വരുന്നത് എവിടെയാണ്? P3. ഓപ്ഷൻ ഡിയിലും ഓപ്ഷൻ ബിയിലും വരുന്നുണ്ട്. അപ്പൊ നമുക്ക്
ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി നിങ്ങൾ നോക്കൂ. ഇവിടെ 3D എന്ന് പറയുന്ന ഓർബിറ്റൽ 3D10 ഉണ്ട്. 3D ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫീൽഡ് ആണ്. നമുക്ക് വേണ്ടത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫീൽഡ് ആണോ പാർഷ്യലി ഫീൽഡ് എന്നാണ് നോക്കേണ്ടത്. ഇവിടെ 3D കംപ്ലീറ്റ്ലി ഫീൽഡ് ആകുമ്പോൾ ഈ ഇലക്ട്രോൺസ് ഇവയെ ഷീൽഡ് ചെയ്യുന്നു. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ന്യൂക്ലിയസിൽ നിന്ന് ഇവ ഷീൽഡ് ചെയ്യുന്നു, ഒരു പരിചയ പോലെ ആക്ട് ചെയ്യുന്നു. കാരണം കംപ്ലീറ്റ്ലി ഫീൽഡ് ആണ് ഇടയ്ക്കുള്ള ഡി ഓർബിറ്റൽ. കംപ്ലീറ്റ്ലി ഫീൽഡ് ആകുമ്പോൾ അവ ഷീൽഡിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ഷീൽഡിംഗ് ഇഫക്റ്റ് കാരണം ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുമായിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു. അതുകൊണ്ട് 4p-യിലെ ഇലക്ട്രോണുകൾക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് അവയ്ക്ക് ചാടാൻ കഴിയും. കുറച്ച് എനർജി കൊടുത്താൽ മതി. കാരണം 3D10 എന്ന് പറയുന്ന ഇലക്ട്രോൺസ് ഇവയെ ഷീൽഡ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി അല്ല. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നമുക്കത് വേറെ രീതിയിൽ നോക്കാം. ഹീലിയം, നിയോൺ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ എത്ര വരും? 10. 10 + 2 12, 12 + 3 15. ഇത് അറ്റോമിക് നമ്പർ 15 ആണ്. ഫോസ്ഫറസ് ഇത് അതിന് തൊട്ട് താഴെ വരും. 4p3 ആണ്. അപ്പം ഫോസ്ഫറസിന് താഴെ വരും ഈ എലമെന്റ് എന്ന് പറയുമ്പോൾ അതേതായിരിക്കും? ഫോസ്ഫറസ്, ആർസെനിക്. നമുക്കറിയാം ഡൗൺ എ ഗ്രൂപ്പ് സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ്, അതായത് അയോണൈസേഷൻ എനർജി കുറഞ്ഞു വരും. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഫോസ്ഫറസ് കിട്ടും. അപ്പോ സൈസ് ഓഫ് ദി ആറ്റം എന്ന ട്രെൻഡ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹാഫ് ഫീൽഡ്, കംപ്ലീറ്റ് ഫീൽഡ് നോക്കി ഷീൽഡിംഗ് ഇലക്ട്രോൺ നോക്കിയാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഓപ്ഷൻ ഡി ആണ് കിട്ടുന്നത്. 18ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദി കറക്റ്റ് ഓർഡർ ഓഫ് ദി സൈസ് ഓഫ് ദി ഫോളോയിങ്. തന്നിരിക്കുന്ന അയോണുകളുടെ സൈസിനനുസരിച്ച് കൊടുത്തിരിക്കുന്ന ഓർഡർ ഏതാണ്? നമുക്കിത് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ കൊടുത്തിരിക്കുന്ന എലമെന്റുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഇവയെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണുള്ളത്. നമുക്ക് പരിശോധിക്കാം. Ca2+, കാൽസ്യം അറ്റോമിക് നമ്പർ 20. ഇവിടെ 2+ ആകുമ്പോൾ 2 ഇലക്ട്രോൺസ് കുറയണം. സോ 20 - 2 18. ഇവിടെ പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19. ഇവിടെ ഒരു പ്ലസ് ആണ്. സോ ഒരു ഇലക്ട്രോൺ കുറയ്ക്കുക. 19 - 1 18. ഇത് ആർഗോൺ അറ്റോമിക് നമ്പർ 18 തന്നെയാണ്. ഇവിടെ ക്ലോറിൻ അറ്റോമിക് നമ്പർ 17. ഒരു ഇലക്ട്രോൺ കൂടുമ്പോൾ 18. ഇവിടെ സൾഫർ അറ്റോമിക് നമ്പർ 16. 2 ഇലക്ട്രോൺ കൂടുന്നു, അതുകൊണ്ട് 18. അപ്പൊ ഇതെല്ലാം എന്താണ്? 18 ഇലക്ട്രോൺ എല്ലാത്തിനും വരുന്നത്. ഇനി ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സൈസ് നോക്കേണ്ടത്? ഞാൻ തൊട്ട് മുമ്പുള്ള പാഠത്തിൽ പറയുകയുണ്ടായ വീഡിയോയിൽ നമ്മൾ ഒരു ആറ്റത്തിന്റെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇലക്ട്രോണുകളിലേക്കുള്ള ന്യൂക്ലിയസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ അവ ഇലക്ട്രോണിനെ അവ സെന്ററിലേക്ക് വലിക്കുകയും ഷെല്ല് ചിതുങ്ങുകയും ചെയ്യുന്നു. സോ അറ്റോമിക് സൈസ് ചെറുതാകും. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു വരികയാണെങ്കിൽ, അതായത് പോസിറ്റീവ് ചാർജിന്റെ എണ്ണം കുറയുകയോ നെഗറ്റീവ് ചാർജ് തുടങ്ങിയ ഇലക്ട്രോൺസിന്റെ അളവ് കൂടുകയോ ചെയ്യുകയാണെങ്കിൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു വരികയും സൈസ് ഓഫ് ദി ആറ്റം കൂടുകയും ചെയ്യും. അപ്പോ ഈ തന്നിരിക്കുന്ന ഉദാഹരണങ്ങളിൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഏറ്റവും കൂടുതലുള്ളതിന് സ്മോളർ സൈസും ഏറ്റവും കുറഞ്ഞതിന് ലാർജർ സൈസുമായിരിക്കും. Ca2+ നോക്കാം. 2 പോസിറ്റീവ് ചാർജ് എക്സ്ട്രാ ഉണ്ട്. സോ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് K+ ഒരു ചാർജേ ഉള്ളൂ പോസിറ്റീവായിട്ട്. അപ്പോൾ ഇതിനേക്കാൾ കുറവായിരിക്കും, സൈസ് വലുതാവും. ഇത് ആർഗോൺ ന്യൂട്രൽ ആറ്റമാണ്. ഇവിടെ ചാർജ് ഇല്ല. ഇനി ക്ലോറൈഡ് ആകുമ്പോഴോ ഒരു എക്സസ് നെഗറ്റീവ് ചാർജ് വന്നു, അപ്പോൾ ഷെൽ സൈസ് കൂടി, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു. സൾഫൈഡ് 2- ആകുമ്പോഴോ വീണ്ടും വലുതാകുന്നു. കാര്യം അവിടെ ഒരു നെഗറ്റീവ് ചാർജ് എക്സ്ട്രാ വന്നു, അപ്പോൾ ഷെൽ സൈസ് കുറച്ചുകൂടെ വലുതാകും. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്ക് 19ാമത്തെ ചോദ്യം പരിചയപ്പെടാം. 19ാമത്തെ ചോദ്യം, with which of the following electronic configuration an atom has the lowest ionization enthalpy? കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഇവയിൽ ഏതിലാണ് അയോണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കുറവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അയോണൈസേഷൻ എൻതാൽപ്പി നമുക്ക് അറിയണമെങ്കിൽ ആദ്യം
ഒരു പീരിയോഡിക് ട്രെൻഡ് ഞാൻ വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ. ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഹാവ് മാക്സിമം സ്റ്റെബിലിറ്റി ഓർ ഹയർ സ്റ്റെബിലിറ്റി. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസിൽ അവസാനം വരുന്ന ഓർബിറ്റലുകളിൽ ഫുള്ളി ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലോ അവയുടെ പകുതി ഉണ്ടെങ്കിലോ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഉള്ള മൂലകങ്ങൾക്ക് ഹയർ സ്റ്റെബിലിറ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഹാഫ് ഫിൽഡും കംപ്ലീറ്റ്ലി ഫിൽഡും ആയ കോൺഫിഗറേഷൻസ് നമുക്ക് ആദ്യം തന്നെ റിമൂവ് ചെയ്യാം. P3 ഹാഫ് ഫിൽഡ് ആണ്, അപ്പോൾ അത് ഹൈലി സ്റ്റേബിൾ ആണ്, ലോവസ്റ്റ് അയണൈസേഷൻ എനർജി വരില്ല. അടുത്തത് 2p6 കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അപ്പോൾ അത് വരില്ല. ഇനി നമുക്ക് ആകെയുള്ള 3s1 3p5 ആണ് പാർഷ്യലി ഫിൽഡിൽ വരുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ സൈസ് ഓഫ് ദി ആറ്റം നമ്മൾ എടുക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ല, കാരണം രണ്ടിനും ഹാഫ് ഫിൽഡും കംപ്ലീറ്റ് ഫിൽഡും വരുന്നില്ല. എസിൽ വരെ നമ്മൾ എസ് എടുക്കില്ല, എസ് ഓർബിറ്റലിൽ നമ്മൾ ഹാഫ് ഫിൽഡ് എടുക്കില്ല, കംപ്ലീറ്റ് ഫിൽഡ് മാത്രമേ എടുക്കുകയുള്ളൂ. ഇനി അപ്പോൾ നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ട സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? സൈസ് ഓഫ് ദി ആറ്റം. ഇവിടെ 1s2 2s2 2p5 അറ്റോമിക് നമ്പർ 2 + 2 4 4 + 2 4 + 5 9. ഇനി ഇവിടെയാണല്ലോ ഇവിടെ 2p5 എന്ന് കൊടുത്തിരിക്കുന്നു. സാധാരണ അങ്ങനെ വരില്ല, 2p6 വരാനാണ് സാധ്യതയുള്ളത്. മേ ബി അത് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 2p6 എന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അറ്റോമിക് നമ്പർ നോക്കാം. 2 + 2 4 4 + 6 10 10 + 1 11. അപ്പോൾ 11ഉം ഇവിടെ 9. സൈസ് ഓഫ് ദി ആറ്റം കുറഞ്ഞിരിക്കുമ്പോൾ അയോണൈസേഷൻ എനർജി കൂടും. അപ്പോൾ ഇവിടെ സൈസ് ഓഫ് ദി ആറ്റം കുറവാണ്, അപ്പോൾ ഇവിടെ അയോണൈസേഷൻ എനർജി കൂടുതൽ വേണം. അപ്പോൾ ഇതുമല്ല, നമുക്ക് വേണ്ടത് ലോവസ്റ്റ് അയോണൈസേഷൻ എനർജിയാണ്. അപ്പോൾ നമ്മുടെ ശരിയായ ഓപ്ഷൻ ബി ആണ്. 20ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മോസ്റ്റ് ബേസിക് ഓക്സൈഡ്? തന്നിരിക്കുന്ന ഓക്സൈഡുകൾ 4 ഓക്സൈഡുകൾ തന്നിട്ടുണ്ട്. അവയിൽ ഏറ്റവും ബേസിക് ആയ ഓക്സൈഡ് ഏതെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. സെലീനിയം ഡയോക്സൈഡ്, അലുമിനിയം ഓക്സൈഡ്, ആന്റിമണി ഓക്സൈഡ്, ബിസ്മത്ത് ഓക്സൈഡ്. ഇനി നമുക്കിതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഏറ്റവും ബേസിസിറ്റി കൂടിയത് അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടർ കൂടുതലുള്ളത്. എല്ലാ മെറ്റൽസും ബേസിക് ഓക്സൈഡ്സ് ആണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഓൾ മെറ്റൽസ് ഫോം ബേസിക് ഓക്സൈഡ്സ്. ഇനി അലുമിനിയത്തിന്റെ ഓക്സൈഡ് Al2O3 ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ. Al2O3 എന്ന് പറയുന്നത് ആംഫോടെറയ്ക്കാണ്. അപ്പൊ നമുക്ക് ആദ്യമേ Al2O3 റിമൂവ് ചെയ്യും. ഇനി ഈ 3 എലമെന്റുകളും പീരിയോഡിക് ടേബിളിന്റെ ഏത് ഭാഗത്ത് വരും എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവ 3 എലമെന്റുകളും അലുമിനിയം കൂടെ ചേർക്കുകയാണെങ്കിൽ 4. ഈ 4 എലമെന്റുകളും വരുന്നത് പി ബ്ലോക്കിലാണ്. ഓക്കെ, ഇവിടെ ഇത് ഹീലിയം എങ്കിൽ അലുമിനിയോട് ഒരു ബോണ്ട് കഴിഞ്ഞ് അലുമിനിയം, ഇവിടെ അലുമിനിയം വരും. ഇനി സെലീനിയം വരുന്നത് ഓക്സിജൻ ഫാമിലിയാണ്. ഓക്സിജൻ, സൾഫർ, സെലീനിയം ഇവിടെ വരുന്നു. ഇനി ആന്റിമണി വരുന്നത് നൈട്രജൻ ഫാമിലിയിലാണ്. അതായത് നൈട്രജൻ ഫാമിലി, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി. ഓക്കെ, അപ്പോ ഇവിടെ വരും ആന്റിമണി, അതിന്റെ താഴെ ബിസ്മത്ത്. ഇത് നിങ്ങൾ നോക്കിയേ, down a group size of the atom increases. Down a group size of the atom increases. അതുപോലെ ബേസിക് ക്യാരക്ടറും കൂടും, മെറ്റാലിക് ക്യാരക്ടറും കൂടും. സൈസ് ഓഫ് ദി ആറ്റം കൂടുമ്പോൾ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് കൂടുന്നത്. അതായത് ഒരു എലമെന്റിന് മെറ്റാലിക് ക്യാരക്ടർ കൂടും. നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും താഴെയുള്ളത് ഏത് എലമെന്റ് ആണ്? ഏറ്റവും താഴെയുള്ളത് ബിസ്മത്ത് ആണ്. അപ്പോ ബിസ്മത്തിന് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ്. മെറ്റാലിക് ക്യാരക്ടർ കൂടുന്തോറും അത് ഫോം ചെയ്യുന്ന ഓക്സൈഡിന്റെ ബേസിക് ക്യാരക്ടറും കൂടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയുത്തരം. ബാക്കി 3 അല്ല. ഇതെങ്ങനെയാണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും ഇത്തരം ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓരോ എലമെന്റും ഏത് ഗ്രൂപ്പിൽ ഏത് പീരീഡിൽ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ഒന്ന് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എഴുതി തീർക്കുവാൻ കഴിയും. ഓക്കെ, 21ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 21ാമത്തെ ചോദ്യം, which of the following elements has the maximum electron affinity?
താഴെ തന്നിരിക്കുന്ന 4 എലമെന്റുകളിൽ ഏത് എലമെന്റിലാണ് ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. അയോഡിൻ, ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ. ഇനി ഈ 4 എലമെന്റുകളുടെ പ്രത്യേകത എന്താണ്? ഇവയെല്ലാം ഒരേ ഗ്രൂപ്പിലെ എലമെന്റുകളാണ്. അതെ, ഹാലജൻസ് ആണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഇങ്ങനെയാണ് ഇവ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പീരിയോഡിക് ടേബിളിൽ. ഓക്കെ, നമുക്കിതെല്ലാം അറിയാം. ഇനി നമ്മൾ ആദ്യം പീരിയോഡിക് ട്രെൻഡ് പരിശോധിക്കാം. ഡൗൺ ആൻഡ് ഗ്രൂപ്പ് സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ്. സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി കുറയും. അപ്പോൾ നമുക്ക് സൈസ് ഓഫ് ദി ആറ്റം കുറഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി മാക്സിമം ആയിരിക്കണം എന്ന് പറയുമ്പോൾ അപ്പേ ഗ്രൂപ്പ്, ഡൗൺ എ ഗ്രൂപ്പ് അല്ല, അപ്പേ ഗ്രൂപ്പ് മുകളിലേക്ക് പോകുമ്പോൾ സൈസ് ഓഫ് ദി ആറ്റം കുറയുന്നു. അപ്പോൾ മാക്സിമം ഇലക്ട്രോൺ അഫിനിറ്റി കിട്ടുന്നു. അപ്പോൾ തിയറിറ്റിക്കലി നമുക്ക് ഫ്ലോറിനാണ് കിട്ടുന്നത്. എന്നാൽ ശരി ഉത്തരം എന്ന് പറയുന്നത് ഫ്ലോറിൻ അല്ല, ക്ലോറിനാണ്. ക്ലോറിനാണ് ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ. എന്തുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യം ഞാൻ ഈ 2 എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. ഫ്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 9. ക്ലോറിൻ ആണെങ്കിലോ 17. ഓക്കെ, സോ 1s 2s 2p 1s2 2s2 2p5. ക്ലോറിൻ 1s 2s 2p 3s 3p 1s2 2s2 2p6 3s2 3p5. ഇനി ലാസ്റ്റ് ഇലക്ട്രോൺ എൻട്രി ചെയ്തിരിക്കുന്നത് വാലൻസ് ഷെല്ലിലെ ഓർബിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലോറിന് 3p5 ആണ്. ഫ്ലോറിൻ ആണെങ്കിലോ 2p5 ആണ്. ഓക്കെ, ഈ 2p5 3p5 എന്നുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ 2p5 സൈസ് ചെറുതായിരിക്കും, 3p5 സൈസ് വലുതായിരിക്കും. നമ്മുടെ സെക്കൻഡ് ഷെല്ലിലെ പി ഓർബിറ്റൽ, സെക്കൻഡ് ഷെൽ എന്ന് പറയുമ്പോൾ ചെറുതാണ്, തേർഡ് ഷെല്ലാണെങ്കിലോ അതിനേക്കാളും വലുതാണ്. അപ്പോൾ തേർഡ് ഷെല്ലിലെ പി ഓർബിറ്റലിന്റെ സൈസ് വലുതും സെക്കൻഡ് ഷെല്ലിലെ പി ഓർബിറ്റൽ സൈസ് ചെറുതുമാണ്. അപ്പോൾ സൈസ് ചെറുതായി, പക്ഷെ ഇലക്ട്രോണുകളുടെ എണ്ണം ചെറുതായോ? ഇല്ല. 3p ഓർബിറ്റലിനും 5 ഇലക്ട്രോൺ ആണ്, 2p ഇലക്ട്രോണിനും 2p ഓർബിറ്റലിനും 5 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ചെറിയ സൈസുള്ള 2p ഓർബിറ്റലിൽ 5 ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഡെൻസിറ്റി കൂടും. ഡെൻസിറ്റി കൂടുമ്പോൾ അവിടെ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നു, ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ. ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ എവിടെയാണ് ഉണ്ടാകുന്നത്? ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ 2p ഓർബിറ്റൽ. അപ്പോ അവിടെ റിപ്പൽ ചെയ്യുകയും ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി അത് കാണിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് ക്ലോറിനാണ് നമുക്ക് സാധ്യത ഏറ്റവും കൂടുതൽ. മാക്സിമം ഇലക്ട്രോൺ അഫിനിറ്റി ഉണ്ടാകുന്നത് എവിടെയാണ്? ക്ലോറിനാണ്. നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 22ാമത്തെ ചോദ്യം പരിശോധിക്കാം. 22ാമത്തെ ചോദ്യം. Which one of the following is correct order of the size of iodide species? Iodide speciesകളിൽ കറക്റ്റ് ഓർഡർ, സൈസിനെ ആസ്പദമാക്കിയുള്ള കറക്റ്റ് ഓർഡർ ഏതെന്നാണ് ചോദ്യം. ഇനി നമ്മൾ സൈൻ നോക്കുക. സൈൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആണ്. അപ്പൊ അതായത് ആദ്യം വലിയ സൈസ് തുടങ്ങുക, പിന്നെ ചെറിയ സൈസിലേക്ക് വരിക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ കോൺസെപ്റ്റ് വീണ്ടും കൊണ്ടുവരാം. ഏത് കോൺസെപ്റ്റ് ആണ്? അതെ, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞിരിക്കുമ്പോൾ ഇലക്ട്രോണുകൾ ഫാർ അപ്പാർട്ടായിരിക്കും, സൈസ് വലുതായിരിക്കും. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയണമെങ്കിൽ നെഗറ്റീവ് സൈൻ, അതായത് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കൂടി നിൽക്കേണ്ടത്. ഇവിടെ നോക്കാം, ഇലക്ട്രോണുകളുടെ എണ്ണം കൂടി നിൽക്കുന്നവരാണ് I- ആണ്. I- കൂടുതലാണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി അല്ല. ഇത് നോക്കാം, I- ഗ്രേറ്റർ സൈസ് ആയി, അതിനുശേഷം ഇലക്ട്രോൺ അഡീഷണൽ വന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ I ആയി, ഇലക്ട്രോൺ എണ്ണം ഒന്ന് കുറഞ്ഞു. സോ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ഒന്ന് കൂടി, സൈസ് ഒന്ന് ചെറിഞ്ഞു. മൂന്നാമത്തോ I+. I ആയി, I നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇലക്ട്രോൺ എണ്ണം കുറഞ്ഞു, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടി. അപ്പൊ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടെ ഷെല്ലുകളെ അത് അട്രാക്ട് ചെയ്യുന്നു, സൈസ് കുറച്ചുകൂടെ ചുരുങ്ങും. അപ്പോൾ
ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നമ്മൾ എപ്പോഴും അയോണുകളുടെ സൈസ് ഇൻ ടേംസ് ഓഫ് ഒരേ എലമെന്റിൽ തന്നിടുകയോ അല്ലെങ്കിൽ ഐസോ ഇലക്ട്രോണിക് തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിന്റെ ബേസിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുകയും നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ കഴിയുകയും ചെയ്യും. ഈ ഉത്തരം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് 23ാമത്തെ ചോദ്യം നോക്കാം. 23ാമത്തെ ചോദ്യം, which of the following ions is the largest in size? തന്നിരിക്കുന്ന അയോണുകളിൽ ഏത് അയോണാണ് ലാർജസ്റ്റ് സൈസ്, ഏറ്റവും വലിയ സൈസ് ഉള്ളത്? K+ ഉണ്ട്, Ca2+ ഉണ്ട്, Cl- ഉണ്ട്, S2- ഉണ്ട്. നമുക്ക് ഒരു അയോണിന്റെ സൈസ് കൂടുന്നതും കുറയുന്നതും എങ്ങനെ അറിയാൻ കഴിയും? നമുക്കൊരു ആറ്റം എടുക്കാം. ആറ്റത്തില് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്, അവയെ ചുറ്റി ഇലക്ട്രോൺസും ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകളെ കൂടുതലായി അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിലേക്ക് സെന്ററിലേക്ക് അടുത്ത് വരും. അപ്പോൾ സൈസ് ചുരുങ്ങും. ചോദ്യം ലാർജസ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞിരിക്കണം. അപ്പോൾ നെഗറ്റീവ് ചാർജ് കൂടണം. അങ്ങനെയാവുമ്പോൾ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകും. നമുക്കിവിടെ ആനയോൺസ് 2 ഉണ്ട്. ക്ലോറൈഡ് നോക്കാം. അറ്റോമിക് നമ്പർ എത്രയാണ്? ക്ലോറിൻ atomic number 17, so number of protons 17. Electrons ആണെങ്കിലോ Cl- ആണ്, so 17 + 1 18. സൾഫൈഡ് ആണെങ്കിലോ number of protons, സൾഫർ atomic number 16 എന്ന് പറയുമ്പോൾ number of protons 16. number of electrons ആണെങ്കിലോ നമുക്ക് 2- ഉണ്ട്, so 16 + 2 18. ഇവിടെ രണ്ട് നെഗറ്റീവ് ചാർജ് കൂടി നിൽക്കുന്നു, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കൂടി നിൽക്കുന്നു. നോക്കിയേ, രണ്ട് നെഗറ്റീവ് ചാർജ് കൂടി നിൽക്കുമ്പോൾ ഇലക്ട്രോൺസ് അത്രയും ന്യൂക്ലിയസിൽ നിന്ന് അകന്നിരിക്കുകയാണ്. അപ്പോൾ ലാർജർ സൈസ് ഉള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. അതായത് സൾഫൈഡ് S2- ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇതെങ്ങനെ ചെയ്തെന്ന് മനസ്സിലായല്ലോ? എളുപ്പമാണ്. കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, 24ാമത്തെ ചോദ്യം നോക്കാം. 24ാമത്തെ ചോദ്യം, which of the following has smallest size? തന്നിരിക്കുന്ന അയോണുകളിൽ സ്മോളസ്റ്റ് സൈസ്, ഏറ്റവും ചുരുങ്ങിയ സൈസ് ഉള്ളത് ഏതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ഒരു അയോണിന്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ സൈസ് ചെറുതാക്കണമെങ്കിൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടണം. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നു, സോ സൈസ് ചുരുങ്ങുന്നു. അപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടണമെങ്കിൽ പോസിറ്റീവ് ചാർജ് കൂടി നിൽക്കണം. നമുക്ക് പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് നോക്കാം. നമുക്ക് Al3+ ഉണ്ട്, Na+ ഉണ്ട്, Mg2+ ഉണ്ട്. Al3+, atomic number of aluminum 13, so number of protons 13, number of electrons Al3+ 10, 3 പോസിറ്റീവ് ചാർജ് കൂടി. ഇവിടെ Na+ ഒരു പോസിറ്റീവ് ചാർജ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ 11 ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10. Mg2+ ആണെങ്കിലോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 12, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10. സോ 1+, 2+, 3+. ഇവിടെ അറ്റോമിക് നമ്പർ 13 ആണ്, 3 ഇലക്ട്രോൺസ് കുറവാണ്. അപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. ഇലക്ട്രോണിനെ അത് ഏറ്റവും കൂടുതൽ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നു, സോ സൈസ് ചുരുങ്ങും. സ്മോളസ്റ്റ് സൈസ്, അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ, Al3+ ആണ് റൈറ്റ് ആൻസർ. 25ാമത്തെ ചോദ്യം, among the following oxides, the one which is most basic, the one which is most basic, metals ആണെങ്കിൽ ബേസിക് ഓക്സൈഡ്സ്, നോൺ മെറ്റൽസ് ആണെങ്കിൽ ആസിഡിക് ഓക്സൈഡ്സ്. ഇത് ആ ചാപ്റ്ററിൽ പറയുന്ന ഒരു പോയിന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടുപിടിക്കാം. ആദ്യം മോസ്റ്റ് ബേസിക് എന്ന് പറയുമ്പോൾ ആസിഡിക് ആയ സ്പീഷീസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ N2O3 അല്ല. ഇനി
അലുമിനിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഓക്സൈഡ് ഉണ്ട്. ഈ മൂന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ അലുമിനിയം ഓക്സൈഡ് നമ്മൾ നേരത്തെയുള്ള ചോദ്യങ്ങളിൽ പറഞ്ഞതാണ്. അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുന്നത് ആംഫോടെറിക് ആണ്, അതായത് അത് ആസിഡായിട്ടും ബേസായിട്ടും ആക്ട് ചെയ്യും. അതല്ല, സിമിലർ സിറ്റുവേഷൻ ആണ് സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡും ആംഫോടെറിക് ആണ്. അപ്പോ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. മഗ്നീഷ്യം ഓക്സൈഡ് ആണ് ശരി ഉത്തരം. മഗ്നീഷ്യം ഓക്സൈഡ് എന്താണ്? നല്ല ഒരു ബേസിക് ഓക്സൈഡ് ആണ്. ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ലാർജസ്റ്റ് സൈസ്? തന്നിരിക്കുന്നവയിൽ ഏതിനാണ് ഏറ്റവും വലിയ സൈസ് ഉള്ളത്? സൈസ് വലുതാവാൻ എന്ത് ചെയ്യണം? ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയണം. അപ്പൊ ന്യൂക്ലിയസിന് ഇലക്ട്രോൺസുമായുള്ള അട്രാക്ഷൻ കുറയണം. സോ നെഗറ്റീവ് ചാർജ് കൂടി നീക്കണം. ഉണ്ടോ? Na അല്ല, Na പ്ലസ് അല്ല, Na മൈനസ്. അപ്പോ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. 27ാമത്തെ ചോദ്യം, ഇൻ ദി പീരിയോഡിക് ടേബിൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇൻ എ പീരിയോഡിക് ടേബിൾ, ഇത് ടേബിൾ കരുതുക, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്തു നിന്ന് വലത്തേക്ക് പോകുമ്പോൾ ഇൻ എ പീരിയഡ് അറ്റോമിക് വോളിയം ലെഫ്റ്റ് റൈറ്റിലേക്ക് പോകുമ്പോൾ അക്രോസ് എ പീരീഡ് അറ്റോമിക് വോളിയം എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിക്രീസസ്, ഇൻക്രീസസ്, റിമെയിൻസ് സെയിം, ഫസ്റ്റ് ഡിക്രീസസ് ദെൻ ഇൻക്രീസസ്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് ഒരു ഫാക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫാക്ട് ആണ്. ഇത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നമ്മൾ അക്രോസ് എ പീരീഡ് പരിശോധിക്കുമ്പോൾ അറ്റോമിക് വോളിയം ആദ്യം ഇങ്ങനെ കുറഞ്ഞു വരും, കുറഞ്ഞു വന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? പയ്യെ അത് പിന്നെ കൂടുന്നു, കുറഞ്ഞു വന്നിട്ട് പിന്നെ കൂടും. ഗ്രാഫിൽ വി ഷേപ്പ് പോലെ കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഫസ്റ്റ് ഡിക്രീസസ് ദെൻ ഇൻക്രീസസ്. 28ാമത്തെ ചോദ്യം നോക്കാം. 28ാമത്തെ ചോദ്യം, one of the characteristic properties of non-metal is that. non-metals ഒരുപാട് characteristic properties ഉണ്ട്. അവയിൽ ഈ പറയുന്ന താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഒരെണ്ണമാണ് ശരി ഉത്തരം. റെഡ്യൂസിങ് ഏജൻസ് ആണോ? റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് സംഭവിക്കുന്നത് ഓക്സിഡേഷൻ ആണ്. മെറ്റൽസ് ആണ് ഓക്സിഡേഷന് വിധേയമാകുന്നത്. മെറ്റൽസ് ആണ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത്, ലൂസ് ചെയ്യുന്നത്. അപ്പോ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി നോക്കാം. ഫോം ബേസിക് ഓക്സൈഡ്സ്. ബേസിക് ഓക്സൈഡ്സ് ആണോ? ഒരു നോൺ മെറ്റൽ ഫോം ചെയ്യുന്ന ഓക്സൈഡ് എപ്പോഴും അസിഡിക് ആയിരിക്കും. അപ്പൊ ബേസിക് അല്ല. ബേസിക് ഓക്സൈഡ് ഫോം ചെയ്യുന്ന മെറ്റൽസ് ആണ്. ഇനി ഓപ്ഷൻ സി നോക്കാം. ഫോം കാറ്റയോൺസ് ബൈ ഇലക്ട്രോൺ ഗെയിൻ. ഇലക്ട്രോൺസിനെ നോൺ മെറ്റൽസ് ഗെയിൻ ചെയ്യുന്നു, ശരിയാണ്. പക്ഷേ ഗെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ആനയോൺസ് ആണ്, കാറ്റയോൺസ് അല്ല. അപ്പോൾ ഓപ്ഷൻ സി അല്ല. അപ്പൊ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, അല്ലേ? നോൺ മെറ്റൽ is that they are electronegative. They are electronegative. നോൺ മെറ്റൽസ് എല്ലാം ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഉദാഹരണം നൈട്രോജൻ, ഓക്സിജൻ, ഫ്ലോറിൻ എക്സെട്ര. 29ാമത്തെ ചോദ്യം, in the periodic table with the increase in atomic number the metallic character of an element. periodic table atomic number കൂടുന്തോറും ഒരു എലമെന്റ് മെറ്റാലിക് ക്യാരക്ടർ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഇത് പീരിയോഡിക് ടേബിൾ എങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ ഡൗൺ എ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. അതുപോലെ അക്രോസ് എ പീരീഡ് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. അപ്പോൾ ഇങ്ങോട്ട് പോകണം. ഡിക്രീസസ് ഇൻ എ പീരീഡ് ആൻഡ് ഇൻക്രീസസ് ഇൻ എ ഗ്രൂപ്പ്. ഡിക്രീസസ് ഇൻ എ പീരീഡ് ആൻഡ് ഇൻക്രീസസ് ഇൻ എ ഗ്രൂപ്പ്. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണോ? ഇൻക്രീസസ് ഇൻ എ പീരീഡ് അല്ല, ഡിക്രീസസ് ഇൻ എ ഗ്രൂപ്പ് അല്ല. ഓപ്ഷൻ സി ഇൻക്രീസസ് ബോത്ത് ഇൻ എ പീരീഡ് ആൻഡ് ഗ്രൂപ്പ് അല്ല. ഓപ്ഷൻ ഡി ഡിക്രീസസ് ഇൻ എ പീരീഡ്, പീരീഡ് ഡിക്രീസ് ചെയ്യുന്നു, ശരിയാണ്. പക്ഷേ ആൻഡ് ഗ്രൂപ്പിന് ഡിക്രീസ് ചെയ്യുന്നു അല്ല. ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവസാനത്തെ ചോദ്യം, question number 30. Which of the following atom will have the smallest size? തന്നിരിക്കുന്നവയിൽ സ്മോളസ്റ്റ് സൈസ് ഏതാണ്? മഗ്നീഷ്യം, സോഡിയം, ലിഥിയം, ബെറീലിയം. ഇവിടെ
down a group, size of the atom increases. നമുക്ക് 4 എലമെന്റ് ഉണ്ട്, എല്ലാം അടുത്തടുത്ത എലമെന്റുകളാണ്. ലിഥിയം, ബെറീലിയം, സോഡിയം, മഗ്നീഷ്യം. ഓക്കെ, അപ്പോൾ ഡൗൺ എ ഗ്രൂപ്പ് സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ്. അപ്പൊ നമുക്ക് സൈസ് സ്മോൾ ആയിരിക്കണമെങ്കിലോ ഡൗൺ എ ഗ്രൂപ്പ് അല്ല, റിവേഴ്സ് ആണ്, അപ്പ് ആണ്. ഇനി അക്രോസ് എ പീരീഡ് സൈസ് ഓഫ് ദി ആറ്റം ഡിക്രീസസ്. അപ്പോ മുകളിലും എന്നാൽ റൈറ്റിലും എന്ന് പറയുമ്പോൾ ബെറീലിയം ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മനസ്സിലായി വിശ്വസിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, +1 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററിനെ ആസ്പദമാക്കി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള നീറ്റ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതട്ടെ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.